വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആമസോൺ ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സിൽ ഏത് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒട്ടുമിക്ക എല്ലാ വീഡിയോസിന്റെ താഴെ അതാണ് വരുന്ന ഒരു കമന്റ് ആണ് കേട്ടോ. ഈ ഫോക്സ്റ്റൈലിന്റെ സൺസ്ക്രീനിന്റെ റിവ്യൂ ചെയ്യാനായിട്ട് എന്താ റിവ്യൂ ചെയ്യാത്തത് എന്നോട് ചോദിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കണ്ടടാ. യൂസ് ചെയ്ത് നോക്കാതെ വെറുതെ എങ്ങനെയാ റിവ്യൂ പറയുക? ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഒറ്റ യൂസിലൊന്നും നമുക്ക് ഒരു റിവ്യൂ പറയാനായിട്ട് പറ്റില്ല അല്ലെ. ഒരു 2-3 പ്രാവശ്യങ്ങളിൽ ഇത് ഇട്ട് നമ്മളൊന്ന് പുറത്ത് പോയി നോക്കണം. സൺസ്ക്രീൻ ആകുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് അതാണ്. ഇത് ഇട്ട് നമ്മൾ പുറത്ത് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നെ ചേർത്ത് ഇവിടെ നിന്നിട്ട് ഇരുപതേന്ന് വെച്ച് എഴുതുന്നുണ്ട്. വേറെ വഴിയൊന്നുമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. അപ്പൊ നമുക്ക് ഇൻട്രോ ഒരുപാട് പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ സെൽഫി മോഡിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിന്റെ പേരൊക്കെ തിരിഞ്ഞിട്ടായിരിക്കും കാണിക്കുക. അപ്പൊ ഞാൻ സൈഡിൽ എങ്ങനെ ഇതിന്റെ ബാക്ക് ക്യാമറ പിക്ചർ അല്ലെങ്കിൽ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഫോസ്റ്റർ ഗോൾഡൻ പവർ ഗ്ലോ സൺസ്ക്രീൻ SPF 50 PF 4+ ഉള്ളൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. പിന്നെ ഇതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് പ്രിവെന്റ്സ് ടാൻ ആൻഡ് ബൂട്ട്സ് ഗ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആക്റ്റീവ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തേക്കുന്ന വൈറ്റമിൻ C+ നിയാസിനമൈഡ് ആണ് കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണെന്നും ഇവർ പറയുന്നുണ്ട്. 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇത് കുറച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പാക്കേജിംഗ് ആണ്. യെല്ലോ പാക്കേജിംഗ് ആയതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു പെട്ടെന്നൊരു വാവ് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു പാക്കേജിംഗ് ആണ്, ഒരു കളറാണ് കേട്ടോ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും നമുക്ക് വേണ്ട സാധനം ഇതിനകത്ത് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് വൈറ്റമിൻ C ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. വൈറ്റമിൻ C ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. പക്ഷെ ഒരു ലാസ്റ്റ് പൊസിഷനിലേക്കാണ് വന്നേക്കുന്നത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ. പിന്നെ ഗ്ലിസറിൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. മോശപ്പെട്ട സാധനങ്ങളും ഉണ്ടാവും. കാരണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് എല്ലാം തന്നെ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടോ ഞാൻ നോക്കി. അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് വലിയൊരു യൂസേജ് ഗൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രോഡക്റ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഡേ ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യുവർ സ്കിൻ എക്സ്യൂട്ട്സ് എ സോഫ്റ്റ് സൺകിസ്ഡ് ഗ്ലോ എന്നിവിടെ പറയുന്നുണ്ട്. ഡേ 5 ആകുമ്പോഴത്തേനും നോട്ടീസ് ഹൗ യുവർ എക്സിസ്റ്റിംഗ് ടാൻ വിസിബിലി റെഡ്യൂസ് ആസ് യുവർ ഗ്ലോ ഇംപ്രൂവ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡേ 15ലേക്ക് വരുമ്പോഴത്തേനും ആ സൈൻസ് ഓഫ് പിഗ്മെന്റേഷൻ സ്റ്റാർട്ട് ടു ഫേഡ്, യുവർ സ്കിൻ ഗ്ലോസ് ഈവൻ ആൻഡ് ബ്രൈറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഉള്ളതാണോ കൂടി ഉള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു തിക്കല്ല, അത്യാവശ്യം ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ഇതിനൊരു വൈറ്റ് കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേരുടെ വീഡിയോസിൽ ഞാൻ കാണുകയും ചെയ്തിരുന്നു നല്ല വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈസിലി നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആയി പോകുന്നത് പോലെയായിട്ട് ഫീൽ ചെയ്ത് കണ്ടോ. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് വെക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയി പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കത് ഒട്ടും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതാണ് കേട്ടോ. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് എമൗണ്ട് എൻ്റെ കയ്യിൽ എടുത്തിട്ട് ഡോട്ടായിട്ട് എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അല്ലാതെ ഞാൻ 2 ഫിംഗർ റൂളിലോ അല്ലെങ്കിൽ 3 ഫിംഗർ റൂളിലോ ഞാൻ ഒരിക്കലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറില്ല. സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലാഗായിപ്പോൾ അത് ഫേസ് ഡള്ളാവുന്നു, സ്വെറ്റ് ആവുന്നു, ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് സൺസ്ക്രീൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേട്ടോ. ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫേസിലേക്ക് ഞാൻ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഓയിലി ഗ്ലോ ആയിരിക്കാം എന്നാണ്. കാരണം സൺസ്ക്രീൻസിന് ഒട്ടുമിക്കതിനും തന്നെ ഒരു ഓയിൽനെസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഗ്ലോ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഒട്ടും തന്നെ ഓയിൽ നമ്മുടെ ഫേസിൽ വെക്കുന്നില്ല കേട്ടോ. ഒരു മാറ്റിഫൈങ് അല്ല, പക്ഷെ നല്ല ഗ്ലോ നമ്മുടെ സ്കിന്നിൽ. ഞാനിപ്പോൾ ഈ സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു ഹൈലൈറ്റർ ഒരു ബ്ലഷ് പോലും ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കാണുന്നില്ല. ഒരു ഫൗണ്ടേഷൻ ഒരു സാധനം ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് നല്ല ഗ്ലോ, നല്ല അടിപൊളി ഗ്ലോയാണ് സ്കിന്നിൽ കിട്ടിയിരിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൊറിയൻ ഗ്ലോ ഇത് അടിപൊളി ഗ്ലോ ആണ് കേട്ടോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡേ ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുന്നതാണ് അവർ പറയുന്നത്. അത് ശരി തന്നെയാണ്. ഡേ 5 ആകുമ്പോഴത്തേക്കും നമ്മുടെ ടാൻ കുറഞ്ഞ് ഉള്ളിൽ ആ ഒരു ഗ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഗൈസ്. അത് ശരിയാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയിരുന്നു. കണ്ണൂർ ടൗണിൽ പോയിരുന്നു. അത്യാവശ്യം നല്ല വെയിലത്താണ്
നല്ല ചൂടുള്ള സമയത്ത് നല്ല വെയിലത്താണ് ഞാൻ പോയത്. ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോയത്. ഞാനിത് റീഅപ്ലൈ പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് ഫേസ് വാഷ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ ടാൻ ആയിട്ടില്ലായിരുന്നു. സാധാരണ അങ്ങനെയല്ല. കാരണം എന്തെങ്കിലും പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് പെട്ടെന്ന് ഡള്ളാവാറുണ്ട്, പെട്ടെന്ന് ടാൻ ആവാറുണ്ട്. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഡള്ളാവാറുണ്ട് കേട്ടോ. ടാൻ ഭയങ്കരമായിട്ടായില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ടാൻ ആവാറുണ്ടായിരുന്നു. പക്ഷെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോയിട്ട് എനിക്ക് ഒട്ടും തന്നെ ടാൻ ആയിട്ടില്ലായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇതിൻ്റെ ഒരു അഡിക്റ്റായി മാറിയിരിക്കുകയാണ്. റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് റീപർച്ചേസ് ചെയ്യും എന്തായാലും. പക്ഷേ എനിക്ക് വേറെ പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് ഇത് നെക്സ്റ്റ് ടൈം വാങ്ങുമെന്ന് എനിക്കറിയില്ല. ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഇതിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറണോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ മാമാരത്തിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ അതിൻ്റെ അഡിക്റ്റ് ആണ് ഗൈസ്. ഇപ്പം എൻ്റെ കയ്യിൽ 3ാമത്തെ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്ര പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു മോചനം കിട്ടുന്നില്ല. അതുപോലെ ഞാൻ ഇതിലേക്ക് അഡിക്റ്റായി പോകുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല. കാരണം ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് Day 5 ആകുമ്പോഴത്തേനും ടാൻ റെഡ്യൂസ് ചെയ്യുന്നതാണ്. റെഡ്യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ടാൻ ആകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇത് ടാൻ റെഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഡെയിലി ബേസിസിൽ അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇത് അറിയാലോ 50 ml എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് ഡെയിലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീർന്നു പോയി. എനിക്ക് അങ്ങനെ തീർത്ത് കളയാനൊരു മനസ്സില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഞാനൊരു 3-4 ടൈംസ് ഒക്കെ പുറത്ത് പോയപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ടാൻ റെഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് ഗൈസ്. നല്ല രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത് നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും ഫേസ് ടാൻ ആവുന്നില്ല, നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ 15th ഡേ ആകുമ്പോഴത്തേനും പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷേ ഈ പറയുന്ന പോലെ ഡെയിലി യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ പുറത്ത് പോകുമ്പോൾ മാത്രം ഇട്ട് നോക്കിയാൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഡെയിലി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പിഗ്മെന്റേഷൻ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ടില്ലവരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്തതെന്ന് നിങ്ങളൊന്ന് പറയാട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഒരു സമയത്ത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. മേ ബി ഇതിൻ്റെ ഇപ്പോൾ പെർഫോമൻസ് കൊണ്ട് തന്നെ ആയിരിക്കണം. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ ആരും യൂസ് ചെയ്ത് കണ്ടിട്ടില്ലെന്നല്ല, പക്ഷേ കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷെ ഇപ്പം ഇതിൻ്റെ പ്രൈസ് അത്യാവശ്യം നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങി നോക്കും. ഇപ്പോൾ ആമസോണിൽ അത്യാവശ്യം നല്ല ഓഫറിലാണ് കിടക്കുന്നത്. ആക്ച്വൽ പ്രൈസ് വന്നേക്കുന്നത് 349 രൂപയാണ് ഗൈസ്. 349 രൂപയാണ് ആക്ച്വൽ പ്രൈസ്. പക്ഷെ അല്ല, നമുക്ക് നല്ല ഓഫറിൽ കിട്ടുമല്ലോ. എനിക്കൊന്ന് ഞാൻ 200 സംതിങ് എങ്ങാണ്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഹോൾ വീഡിയോ. അതിനകത്ത് ഞാൻ ഇതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഓൾ സ്കിൻ ടൈപ്പിന് ഇത് വർക്ക് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വർക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു ഓയിലിനെസ് ഒന്നും ഇതിനില്ല. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻകാർക്കും യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ട്. എനിക്ക് പിമ്പിൾസും കാര്യം ഒന്നും തന്നെ വന്നിട്ടില്ല. ബാക്കിയുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴുള്ള ഓവർ സ്വെറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, ഫേസ് ഡള്ളായി പോകുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളും ഒന്നും തന്നെയും ഇല്ല. പിന്നെ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യേണ്ടത് 2 ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നമ്മളിത് യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഫോക്സ്റ്റൈലിൻ്റെ വൈറ്റമിൻ സി സിറം കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക എന്നാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഫോക്സ്റ്റൈലിൻ്റെ വൈറ്റമിൻ സി സിറം എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രൈസ് സൈറ്റിലേക്കാണ്. ഒരു 500 അബവ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് ഇപ്പോൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് നടക്കില്ല. ഇവൻ എന്തെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഞാനത് വാങ്ങി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ് പറയുന്നത്. നിങ്ങൾ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയുകയും കൂടി ചെയ്യുക എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. എനിക്ക് തോന്നുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫോക്സ്റ്റൈലിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് അങ്ങ് വീണ് പോയി ഗൈസ്. ഇനി എന്നെ അതിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ഇതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ഫ്രാഗ്രൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല ഗൈസ്. സാധാരണ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, അലർജൻ ഫ്രീ ഫ്രാഗ്രൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരു സ്മെല്ലും ഉള്ളതുപോലെ തോന്നിയില്ല ഗൈസ്. പക്ഷെ വീണ്ടും 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 എന്ന് മണക്കുമ്പോൾ ചെറിയ എന്തോ ഒരു സ്മെൽ എവിടെയോ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരിക്കലും സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലില്ല ഇതിന്. അതുപോലെ ചിലർക്കുണ്ടല്ലോ ഈ സെൻസിറ്റീവ് നോസ് ഉള്ളവരെന്നൊക്കെ പറയും, ചെറിയൊരു സ്മെല്ലടിക്കുമ്പോഴത്തേന് തലവേദന എടുക്കുന്നവരൊക്കെ അവർക്കൊക്കെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കാരണം അത്രയും ഫ്രാഗ്രൻസ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തേക്കുന്ന സൺസ്ക്രീൻ ഒക്കെ വെച്ചിട്ട് ഈ സൺസ്ക്രീനിനാണ്
സ്മെല്ലിന്റെ കാര്യത്തിൽ ഞാൻ ഇതിലേക്കാണ് പോയിരിക്കുന്നത്. ബാക്കിയുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കുത്തുന്നൊരു ഫ്രാഗ്രൻസും വരുന്നുണ്ട്. പക്ഷെ ഇതിന് അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് മസ്റ്റ് ട്രൈ. സെൻസിറ്റീവ് ഡോസർക്കൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ പ്രിവെന്റ് ചെയ്യുന്ന, നല്ലൊരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന, അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഇതാ ഈ ഫോക്സ്ടെയിലിന്റെ സൺസ്ക്രീൻ. ഫോക്സ്ടെയിൽ ഞാനിത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ അത്രയും പറയണമെങ്കിൽ എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഗൈസ് ഞാനത് അത്രയും പറയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അറിയാലോ, സബ്സ്ക്രിപ്ഷൻ, ലൈക്ക് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്താനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും അല്ല ഗൈസ്. ഞാൻ എല്ലാവരോടും റേറ്റ് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് 5 പൈസ പോലും ഇതുവരെ കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും തുടരെ ചെയ്യുന്നതിന് നിങ്ങൾ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കൂ, ഈ പ്രോഡക്റ്റ് ട്രൈ എല്ലാം ചെയ്യണമെന്നുണ്ടടാ. ബട്ട് എങ്ങനെ ചെയ്യാനാണ്? ഇത്രയും പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ കാണണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഓരോന്ന് മെല്ലെ പോക്കറ്റ് മണി ഒക്കെ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾ പറയുന്ന ഓരോ പ്രോഡക്റ്റ്സും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് എന്നോട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.